ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഈശോയാകുന്ന വചനത്തിലേക്ക്, ഈശോ നൽകുന്ന തിരുവചനത്തിലേക്ക് നമ്മളെ ഈശോ ഇപ്പോൾ ചേർത്ത് നിർത്തുന്നത് അവിടുത്തെ വലിയ കരുണയാലാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് ഈശോ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ ഒരു മഹാജനക്കൂട്ടത്തെ കാണുമ്പോൾ അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. അവിടെ വചനം പറയുകയാണ്, അതിനുശേഷം അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ അണയുമ്പോൾ അവിടുന്ന് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കും. ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി മാറും. നമുക്ക് ഈ സമയത്ത് ഒന്ന് കണ്ണുകൾ അടച്ച് പരിശുദ്ധാമ്മയോടും വിശുദ്ധരോടും ചേർന്ന് ഈ വചനം ഗ്രഹിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി വചനത്തിൻ്റെ അഗ്നി നമ്മളിൽ കത്തിപ്പടരുവാൻ, നമ്മൾ വചനത്താൽ തൃപ്തരാക്കപ്പെടുന്ന, നമ്മുടെ വിശപ്പ് വചനത്താൽ ശമിപ്പിക്കപ്പെടുന്ന ഒരു വലിയ അഭിഷേകത്തിലേക്ക് വളരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സമയത്ത് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആത്മീയ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ, അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധരെ മാലാഖമാരെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വലിയ ആഴപ്പെട്ട സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുക. 5-ാമത്തെ അധ്യായത്തിൻ്റെ 31-32 തിരുവചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാൻ വേണ്ടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ഈശോ പറയുന്ന ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ഒരു ഉപമ പോലെ പറയുന്നത്, എത്രയോ ശക്തി ഉള്ളതാണ്, എത്രയോ പവർഫുള്ളാണ് നമ്മൾ മനസ്സിലാക്കണം. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, രോഗികൾക്കാണ്, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഉപമ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ നീതിമാന്മാരെ വിളിക്കാൻ വേണ്ടിയല്ല, ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല ഡോക്ടർ ഡിഗ്രി സമ്പാദിക്കുന്നത്, ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്, മറിച്ച് രോഗികളുള്ളിടത്തേക്കാണ്, രോഗികൾക്ക് വേണ്ടിയാണ്. എന്നതുപോലെ ഈശോ വന്നിരിക്കുന്നത് പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നീതിമാന്മാരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈശോ എത്രമാത്രം കരുണയുള്ളവനാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വചനത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ വീണ്ടും ഒരു വചനം പറയുന്നത് ഇങ്ങനെയാണ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എന്താ വചനം പറയുന്നത്? അവിടെ ഒരു അത്തിവൃക്ഷത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഈശോ ഈ ഉപമ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവപുത്രൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. അത്തിവൃക്ഷത്തിന് ഫലമില്ല, അതിനെ നട്ടുവളർത്തി കുറേ വർഷങ്ങളായിട്ടാണ് അത് ഫലം ചൂടാൻ പറ്റുന്നത്. പിന്നെ 3 വർഷക്കാലം ഈ യജമാനൻ, ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇതിൽ നിന്നൊരു ഒരു ഫലം അന്വേഷിക്കുകയാണ്. 3 വർഷക്കാലം, അത് ഫലം ചൂടേണ്ട പ്രായമായിട്ടും പിന്നെയും ഒരു 3 വർഷക്കാലം, 3 വർഷങ്ങളായിട്ട് ഫലം കിട്ടാതെ വന്നപ്പോൾ യജമാനൻ കൃഷിക്കാരനോട് പറയുകയാണ്, നീ അതിനെ വെട്ടിക്കളഞ്ഞേക്കുക, എന്തിന് നിലം പാഴാക്കണം. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ കൃഷിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, യജമാനനെ 1 വർഷം കൂടെ ഞാൻ ഇതിൻ്റെ ചുവട് കിളച്ച് വളവിടാം, ഈ 1 വർഷം കൊണ്ട് അത് ഫലം നൽകിയേക്കാം. ഈ കൃഷിക്കാരൻ്റെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സത്യത്തിൽ ഈ കൃഷിക്കാരനല്ലേ അതിനുവേണ്ടി അധ്വാനിച്ചത്? യജമാനന് സ്ഥലം വിട്ടുകൊടുത്തു എന്നല്ലാതെ ശാരീരിക അധ്വാനം, കായിക അധ്വാനം അവിടെ ഇല്ലല്ലോ. പക്ഷേ ഈ കൃഷിക്കാരൻ ഇതിനെ നട്ടപ്പോൾ മുതൽ, ഇത് നടുന്നതിന് മുമ്പ് അത് മണ്ണ് സ്ഥലം ഒരുക്കിയപ്പോൾ മുതൽ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുക. എത്രമാത്രം ആ പാവം അധ്വാനിച്ച് കാണുമായിരിക്കും, എത്ര വേർപ്പൊഴുക്കി. പക്ഷേ ആ വൃക്ഷം ഒന്നും കൊടുക്കുന്നില്ല. എങ്കിലും യജമാനൻ വന്നതിനെ വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ
കൃഷിക്കാരന് സന്തോഷമല്ല, ഓ ഇത്രയും കഷ്ടപ്പെട്ടു, ഇതിനി പോട്ട് വേറെണ്ണം നട്ടു നോക്കാം എന്നല്ല ചിന്തിക്കുന്നത്. മറിച്ചെന്താ, അവിടെ ഈ കൃഷിക്കാരൻ ആ മരത്തോട് ഒരു ദയ കാണിക്കുക, ഒരു കരുണ കാണിക്കുക. നമുക്കൊരു വർഷവും കൂടെ പരിശ്രമിക്കാം. എത്ര വർഷങ്ങളായി ഇദ്ദേഹം പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട്? വല്ല പ്രത്യാശയുള്ള കാര്യമാണോ? അത്തിവൃക്ഷത്തിന് ഫലം ചൂടാൻ തന്നെ എത്ര വർഷം വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം വീണ്ടും 3 വർഷങ്ങൾ കൂടി അധ്വാനിച്ചിട്ട് ഈ മനുഷ്യൻ്റെ മനസ്സിൽ സത്യത്തിൽ നിരാശയാണ് വരേണ്ടത്. ഓ ഇതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല. ആ മനുഷ്യൻ പറയുകയാണ്, നമുക്ക് 1 വർഷം കൂടെ നോക്കാം, 1 വർഷം കൂടി ഞാൻ ചുവട് കിളയ്ക്കാം, വളമിടാം. ഇതുവരെ ചുവട് കിളയ്ക്കാനായിട്ടാണോ, വളമിടാനായിട്ടാണോ? അല്ല, എങ്കിലും ഞാൻ ഇനിയും പരിശ്രമിക്കാം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എത്രമാത്രം ഫലമില്ലാതെ നിൽക്കുന്നതാണെങ്കിലും വീണ്ടും അതിൻ്റെ ചുവട്ടിൽ അധ്വാനിക്കുവാൻ ദൈവം കാണിക്കുന്ന, അഥവാ ദൈവപുത്രൻ കാണിക്കുന്ന ആ ഒരു മഹാമനസ്കത, ആ ഒരു അനുകമ്പയാണ് ദൈവകരുണ. അതായത് വെട്ടിക്കളയാൻ അർഹതയുള്ള ഫലശൂന്യമായ ഒരു വൃക്ഷത്തോട് കാണിക്കുന്ന 1 വർഷത്തിൻ്റെ കൂടെ ആനുകൂല്യമാണ് കരുണ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മളെ വെട്ടിക്കളയാമായിരുന്നു. പാപത്തിൻ്റെ, ദൈവാശ്രയമില്ലായ്മയുടെ, ദൈവനിഷേധത്തിൻ്റെ, നിരാശയുടെ ഒക്കെ സാഹചര്യങ്ങളിൽ ഫലമില്ലാതെ നമ്മൾ നിന്നപ്പോൾ വെട്ടിക്കളയാമായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം അത് ചെയ്തില്ല. പുത്രനെ അയച്ചു, പുത്രൻ അധ്വാനിച്ചു, ചുവട് കിളച്ചു, വളവിട്ടു, വീണ്ടും വീണ്ടും പ്രത്യാശയോടെ നിന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ പാപി എന്ന രീതിയിൽ മുദ്രകുത്തി നശിപ്പിച്ച് കളയാനല്ല, ഫലമില്ലാത്തവനെന്ന് പറഞ്ഞ് വെട്ടിക്കളയാനല്ല പുത്രനെ അയച്ചിരിക്കുന്നത്. മറിച്ച് പുത്രൻ നമുക്ക് വേണ്ടി നമ്മുടെ ചുവട് കിളച്ച് വളമിടും. നമ്മുടെ ഹൃദയ നിലങ്ങളെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി സ്വന്തം തിരുരക്തം ഒഴുക്കിയാണ് സർവശക്തനായ ഈശോ തമ്പുരാൻ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നല്ല ഒരു വചന അനുഭവമുണ്ട്, ഒരു വചന ഉണ്ട്. അവിടെ ഇങ്ങനെയാണത് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന ഒരു ഭാഗമാണത്. വിശുദ്ധ മത്തായി 7-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ, 9 മുതൽ 11 വരെ തിരുവചനങ്ങൾ. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ നൽകും. സഹോദരങ്ങളെ, ഈശോ തരുന്ന ഒരു ഉദാഹരണം നോക്കിക്കേ. നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ മക്കളുള്ളവർ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാത്തവർ മാതാപിതാക്കന്മാരെ ഒന്ന് ചിന്തിച്ച് നോക്ക്. മക്കൾ ചെന്ന് അപ്പനോട് അല്ല അമ്മയോട് പറയാണ്, അമ്മേ എനിക്ക് ഇന്നൊരു ഒരു പായസം ഉണ്ടാക്കി തരണം. ആ പായസത്തിൻ്റെ ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നാൽ പിന്നെ ഇപ്പോൾ പായസം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവന് എന്തെങ്കിലുമൊക്കെ വിഷം കലക്കി അവന് തിന്നാൻ കൊടുക്കുമോ? ഒരമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ? ഇനി അപ്പനോട് ചെന്ന് പറയണം, അപ്പം എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു യാത്ര പോകാൻ, ഒരു പിക്നിക്കിന് പോകാൻ ഇത്ര രൂപ വേണം, 1000, 2000, 5000 രൂപ വേണം. അപ്പൻ നീ ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ നിനക്ക് തരാൻ ഇവിടെ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? അതെയോ ദരിദ്രനാണെങ്കിൽ പോലും ഈ അപ്പൻ ചുറ്റുവട്ടത്ത് ആരുടെയെങ്കിലും അടുത്ത്, ഏതെങ്കിലും സുഹൃത്തിൻ്റെ അടുത്ത് പോയി ആ പൈസ കടം മേടിച്ചിട്ടെങ്കിലും ഈ മകനെ പറഞ്ഞയക്കുകയല്ലേ? അതായത് മക്കൾക്ക് നല്ലത് കൊടുക്കാൻ, അവർക്ക് ആവശ്യമായത്, അവർ തോന്നോന്നിത്തരത്തിന് ചോദിക്കുന്ന എല്ലാം കൊടുക്കുക എന്നല്ല, പക്ഷെ അവർക്ക് ആവശ്യമായ ഒരു കാര്യം അവർ വന്ന് ചോദിക്കുമ്പോൾ അതിന് പകരം അവരെ നിന്ദിച്ചോ കളിയാക്കിയോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചോ ഒരു പ്രവൃത്തി ചെയ്യുമോ? ഇല്ല എന്ന് ഈശോ പറയണം. കാരണം എന്നിട്ട് പറയാണ്, ദുഷ്ടരായ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണം. ദുഷ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാദുഷ്ടന്മാരാണെന്നതിന് അർത്ഥമില്ല, മറിച്ച് നമ്മൾക്കൊരിത്തിരി സ്നേഹക്കുറവൊക്കെ ഇല്ലേ? നമുക്കൊരിത്തിരി ദേഷ്യവും കുറച്ച് വൈരാഗ്യവും ചിലപ്പോൾ ഇത്തിരിയൊക്കെ പിണക്കവും, അങ്ങനെ സ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ സ്നേഹക്കുറവുള്ള നമ്മൾ, ഈ മാനുഷികതയിൽ ജീവിക്കുന്ന നമുക്ക് പോലും നമ്മുടെ മക്കളെ നല്ലവണ്ണം സ്നേഹിക്കാൻ അറിയാം, അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചെയ്തു കൊടുക്കാൻ അറിയാം.
അങ്ങനെയാണെങ്കിൽ. നോക്കിയേ, ഈശോ സുന്ദരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ ഓർമ്മിപ്പിച്ച് തന്നിട്ട് ഈശോ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സ്നേഹം മാത്രമാകുന്നു. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നില്ലേ, ദൈവം സ്നേഹമാകുന്നു. 4-ാമത്തെ അധ്യായത്തിൽ സ്നേഹം മാത്രമാകുന്ന ദൈവം എത്രയോ അധികമായി നമുക്ക് നന്മകൾ തരും. നോക്കി, ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമ്മളുടെ കുറവുകൾക്കനുസരിച്ച് നമ്മളെ ശിക്ഷിക്കുന്ന, നമ്മുടെ കുറവുകൾക്കനുസരിച്ച് നമ്മളെ വെട്ടിക്കളയുന്ന ഒരു സ്നേഹമല്ല, മറിച്ച് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്നേഹമാണ്. നമുക്ക് വേണ്ടി നല്ല ദാനങ്ങൾ തരാൻ മാത്രം അറിയാവുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. സത്യത്തിൽ എന്താ കാരുണ്യം? ശിക്ഷ അർഹിക്കുന്നവൻ അവനോട് കാണിക്കുന്ന സ്നേഹമാണ് കാരുണ്യം. സ്നേഹത്തിന് പല മുഖങ്ങളുണ്ട് അല്ലേ? സ്നേഹത്തിന് പല തലങ്ങളുണ്ട്. എന്നാൽ കരുണ എന്ന് പറയുന്നത് നമ്മൾ ശിക്ഷ അർഹിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു സ്നേഹം കാണിച്ചാൽ, ഉദാഹരണത്തിന് നമുക്കൊരു തെറ്റുപറ്റി, സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിലോ തെറ്റുപറ്റി, നമ്മൾ ശിക്ഷ അർഹിക്കുന്നവരാണ്, നമുക്കൊരു അടി കിട്ടാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ശിക്ഷ കിട്ടാം, അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് പോകാം, ഒക്കെ ശരിയാണ്, അത് നമ്മൾ അർഹരാണ്. പക്ഷേ അത് ചെയ്യേണ്ട വ്യക്തി പറയാണ്, സാരമില്ല പോട്ടെ, സാരമില്ല പോട്ടെ, ഈ സാരമില്ല പോട്ടെ എന്ന് ശിക്ഷ അർഹിക്കുന്നവനോട് പറയുമ്പോൾ അവിടെ ഒഴുകുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കാരുണ്യം. സഹോദരങ്ങളെ, നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാക്കാർക്ക് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന വചനമാണ്, നമ്മൾ പാപികളായിരിക്കെ, നീതിമാന്മാർക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും ഉണ്ടാവാം, പക്ഷേ നമ്മൾ പാപികളായിരിക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇതിലാണ് കാരുണ്യം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി അനുഭവിച്ച, ദൈവസ്നേഹം അനുഭവിച്ച പൗലോസ്ലീഹ പറയുകയാണ്, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും അനുകരണീയവുമാണ്. കാരണം പാപികളിൽ ഒന്നാമനായ എനിക്ക് കരുണ ലഭിച്ചു. സ്തെഫാനാസിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്ന, ഈശോയുടെ തന്നെ സഭയുടെ അവയവങ്ങളാകുന്ന ക്രിസ്തീയ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ, അത്രമാത്രം ക്രിസ്തീയ വിരോധം കൊണ്ടു നടന്ന പൗലോസ്ലീഹ, ഈ പൗലോസ്ലീഹയ്ക്ക് കരുണ ലഭിച്ചു. അദ്ദേഹത്തിന് അവിടെ ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. അതിനുശേഷം അദ്ദേഹം അനുഭവിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യമായിരുന്നു. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ, അദ്ദേഹം ഒരിക്കലും വിശ്വസിക്കാത്ത, ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് സർവശക്തനായ ഈശോ അവനോട് കരുണ കാണിച്ചു. ഈ കരുണ അനുഭവത്തിൽ നിന്നാണ് പൗലോസ്ലീഹ പറയുന്നത്, ദൈവം കരുണയാണെന്നുള്ള പ്രസ്താവം, പാപിയെ രക്ഷിക്കാനാണ് വന്നെന്നുള്ള പ്രസ്താവം തീർത്തും വിശ്വസനീയമാണ്. കാരണം പാപികളിൽ ഒന്നാമനായി എനിക്ക് കരുണ ലഭിച്ചു, പിന്നെ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമോ? സഹോദരങ്ങളെ, നോക്ക്, എത്രമാത്രം ആഴത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവാനുഭവത്തിൽ നിന്നാണ് പൗലോസ്ലീഹ ഈ കാര്യം സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്, ഒരു ദൈവാനുഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകനിൽ നിന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. അത് നമ്മൾ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ മത്തായി 12-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 തിരുവചനങ്ങൾ. വചനം എങ്ങനെയാണ് പറയുന്നത്? അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല, നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വചനമാണ്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ ചതഞ്ഞ ഞാങ്ങണ പോലെ നമ്മളുടെ ബലഹീനതകളുടെ നടുവിലായിരിക്കാം, നമ്മുടെ പാപത്തിൻ്റെ കുഴിയിലായിരിക്കാം. നമ്മൾ ഒരുപക്ഷെ നശിച്ചു തീർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്തിൽ നമ്മൾക്കൊരു പ്രത്യാശയില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. ആവർത്തിച്ച് ചെയ്യുന്ന പാപം നമ്മളെ വേട്ടയാടുന്നുണ്ടാവാം, കുറ്റബോധം നമ്മളെ വേട്ടയാടുന്നുണ്ടാവാം. പക്ഷേ
ഈശോ പറയുന്നത് എന്താണെന്നറിയാമോ? ചതഞ്ഞവനാണോ നീ? നിന്നെ ഒടിക്കാനല്ല ഞാൻ വന്നത്. ഒരുപക്ഷെ നമ്മുടെ എണ്ണ വറ്റി തീർന്നിട്ടുണ്ടാവാം. ഒരു കാലത്ത് നല്ല ശുശ്രൂഷകൾ ചെയ്തു, അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ എണ്ണ വറ്റി, പ്രാർത്ഥനയുമില്ല, ശുശ്രൂഷയുമില്ല, ജീവൻ അങ്ങോട്ട് കരിന്തിരി കത്തുന്ന സമയം. എണ്ണ വറ്റി തീനാളം തീർന്ന് തിരികരിയായി മാറുന്ന സമയം. പക്ഷേ ദൈവത്തിൻ്റെ വചനം സർവശക്തനായ ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ അങ്ങനെയുള്ളൊരു തിരിയെ ഊതിക്കെടുത്താൻ വന്നവനല്ല, അതിനെ തല്ലിക്കെടുത്താൻ വന്നവനല്ല, മറിച്ച് സ്വന്തം ചോരയൊഴിച്ച് ആളിക്കത്തിക്കാൻ വന്നവനാണ്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. കരിഞ്ഞ കരിന്തിരി കത്തുന്ന തീ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന തിരിയെ കെടുത്തിക്കളയുകയുമില്ല. അവൻ അതിനെ ആളിക്കത്തിക്കും. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഫൗസ്തീനാവയിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താ അത്? കർത്താവ് കാരുണ്യവാനാണ്. സങ്കീർത്തകൻ പറയുന്നു 35:5 പറയുന്നത്, കർത്താവേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്നാണ്. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞിരിക്കുന്നത് പോലെ, വായു നിറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ചുറ്റും, ഭൂമിക്ക് ചുറ്റും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇൻസിനിജോസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഒരു ബെനഡിക്റ്റൈൻ സന്യാസ വൈദികൻ തൻ്റെ ദിവികാരുണ്യ സാന്നിധ്യത്തിൽ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ഇൻസിനുജസു. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഏതൊരു പാപവും എന്നെ വേദനിപ്പിക്കും, പക്ഷേ ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും മാരകമായ പാപം എന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ അധികം എന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നതിൽ അവൻ സംശയിക്കുന്നതാണ്. എൻ്റെ സ്നേഹത്തിൽ അവൻ സംശയിക്കുന്നെങ്കിൽ ആ വേദനയാണ് എനിക്ക് ഈ ലോകത്തിൽ ഒരു ഏറ്റവും വലിയ മാരകപാപി ചെയ്യുന്ന ഏറ്റവും വലിയ മാരകമായ പാപം എന്നെ വേദനിപ്പിക്കുന്നതിനേക്കാളും വലുത്. അപ്പോൾ നോക്കിക്കേ, ഈശോ ഫൗസ്തീനാമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പാപി എൻ്റെ കരുണയിൽ ആശ്രയിക്കാതെ നിരാശയുടെ കുഴിയിൽപ്പെടുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം വേദനയുണ്ടാകുന്നത്, സങ്കടമുണ്ടാകുന്നത്. വിശുദ്ധ ഫൗസ്തീനാമ്മയോട് പറയുകയാണ്, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം. അതേ സഹോദരങ്ങളെ, വിശ്വസിക്കണം, ഏറ്റവും വലിയ പാപിക്കാണ് തൻ്റെ കാരുണ്യത്തിൽ ഈശോയുടെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാൻ ഏറ്റവും കൂടുതൽ അവകാശം. കാരണം കരുണ എന്നത് പാപിയോട്, ശിക്ഷ അർഹിക്കുന്നവനോട് ദൈവം കാണിക്കുന്ന സ്നേഹമാണ്. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. എല്ലാവരും അവളെ തുറിച്ചു നോക്കുന്ന സമയത്ത്, അവളവിടെ പകച്ചു നിൽക്കുന്ന, അവളവിടെ ഭയന്ന് നിൽക്കുന്ന സമയത്ത്, ഈ യേശുവിൻ്റെ നോട്ടവും ഇനി ഒരു വിധിയുടെ നോട്ടമാകുമെന്ന് ഭയന്ന് നിൽക്കുന്ന സമയത്ത് ഈശോ അവളുടെ കണ്ണുയർത്തി നോക്കാതെ നിലത്തേക്ക് മാത്രം കുനിഞ്ഞു നോക്കി എന്തോ എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിക്കൊണ്ടിരുന്നത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഈശോ അവളെ നോക്കുന്ന സമയം, എല്ലാവരും അവളെ വിട്ടുപോയി, അവളെ ശിക്ഷിക്കാൻ ആരുമില്ലാതെ നിൽക്കുന്ന സമയം, മറ്റുള്ളവർ നോക്കിയതുപോലെ ഒരുവനല്ല ഇവിടെ ഇരിക്കുന്നവൻ ഈ ഈശോ എന്ന് സ്വയം വിശ്വസിക്കാൻ മാത്രം അവൾക്ക് ആത്മശക്തി കിട്ടിയ സമയം. ആ സമയത്ത് ഈശോ കണ്ണുയർത്തി അവളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല എന്നവൾ പറഞ്ഞപ്പോൾ, എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കാം ഈശോ അവിടെ എഴുതിക്കൊണ്ടിരുന്നത്? ഒരു പക്ഷേ കരുണ എന്നായിരിക്കില്ലേ? വന്നവരോട് എല്ലാവരോടും ഈശോ എഴുതി കാണിച്ചതും സകലരോടും ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കരുണ എന്നായിരിക്കില്ലേ? ആ കരുണയല്ലേ ഈശോ അവസാനം കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നത്? ആ സ്ത്രീക്ക് സമാശ്വാസവും ഒരു കോൺഫിഡൻസും നൽകിയത്, എനിക്ക് മുന്നോട്ട് പോയാലും ജീവിക്കാൻ പറ്റും എന്ന് അവളെ ശക്തിപ്പെടുത്തിയത് ഈ കരുണയായിരിക്കില്ലേ? കർത്താവിൻ്റെ കണ്ണുകളിൽ തിളങ്ങി നിന്ന കരുണ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഈശോയുടെ കാരുണ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം. എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്രമാത്രം നാശത്തിൻ്റെ കുഴിയിലാണെങ്കിലും, നീ ബലഹീനതയുടെ അടിയിൽ കിടക്കുകയാണെങ്കിലും, നീ കുമ്പസാരിച്ചിട്ടും നിനക്ക് കരകയറാൻ പറ്റാത്തതുപോലെ നീ പടുകുഴിയിലാണെങ്കിലും, വിശ്വസിക്കുക, കർത്താവിൻ്റെ കരുണ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. അത് നിൻ്റെ കൂടെ, നിന്നെ പൊതിഞ്ഞെപ്പോഴും ഉണ്ടാകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. വിശുദ്ധ ഫൗസ്തീനായിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ കാരുണ്യത്തിൻ്റെ മുഖം ഞങ്ങൾക്ക് ആഞ്ഞു പുലുകുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ എപ്പോഴും വിശ്വസിക്കുക. എത്രമാത്രം പടുകുഴിയിൽ പെട്ടുപോയാലും
അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളെ ഉയർത്തുമെന്ന് പ്രത്യാശ, അതിനുവേണ്ടിയാണ് അങ്ങ് സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നത് എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധ അമ്മേ, കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.